ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 160 സന്ദേശം. തിരുവോസ്തി എൻ്റെ കയ്യിൽ വഹിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. അതുമൂലം അന്ന് മുഴുവൻ എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ചിന്തിക്കുവാനോ എനിക്കായില്ല. തിരുവോസ്തിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടു: നിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിന്റെ കരങ്ങളിലും ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 160 സന്ദേശം. പ്രിയമുള്ളവരെ, ഈശോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കൂടെ വസിക്കാനാണ്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ, കൂടെ വസിക്കുന്നവനായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത്. മനുഷ്യൻ്റെ കൂടെ വസിക്കുവാൻ, ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ കൂടെ വസിക്കുവാൻ അവൻ ശരീരം ധരിച്ചവനായി ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനോടൊപ്പം വസിക്കുവാൻ അവൻ ആഹരിക്കുന്ന അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ വീണ്ടും അവനിലേക്ക് അവതരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ധൈര്യമുള്ളപ്പോഴോ, നമുക്ക് ശക്തിയുള്ളപ്പോഴോ, നമുക്ക് കരുത്തുള്ളപ്പോഴോ, നമ്മൾ വിജയിക്കുമ്പോഴോ, നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴോ, നമ്മൾ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുമ്പോഴോ മാത്രമല്ല, നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ, നമ്മൾ കുരിശു വഹിക്കുമ്പോൾ, നമ്മൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ പാപത്തിൻ്റെ ബലഹീനതകളിലേക്ക് വീഴുമ്പോഴും, നമ്മൾ പരാജയപ്പെടുമ്പോഴും, നമ്മൾ അവഹേളിക്കപ്പെടുമ്പോഴും, തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, നിരാശയിലേക്ക് പോകുമ്പോഴും, നമ്മുടെ മരണത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും, നമ്മുടെ മരണത്തിന് ശേഷവും അവൻ ഇമ്മാനുവേലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അവനിലൂടെ വെളിപ്പെടുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്! തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് പരിധികളില്ല, പരിമിതികളില്ല, നിർവചനങ്ങളില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് അവൻ സ്നേഹമാകുന്നു, സ്നേഹം മാത്രമാകുന്നു. സ്നേഹത്തിലെല്ലാം പൂർണ്ണമായിരിക്കുന്നു. അവന് എല്ലായ്പ്പോഴുമായിരിക്കുന്നു, എല്ലായിടത്തുമായിരിക്കുന്നു. എങ്ങനെയും ഏത് സാഹചര്യത്തിലും നമുക്കൊപ്പമായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നു. ആ കാരുണ്യത്തിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അവനോട് നമുക്ക് ഹൃദയം കൊണ്ട് ഏറ്റുപറയാം, ജീവിതം കൊണ്ട് ഏറ്റുപറയാം: ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.